ഗായ്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാൻ 3-4 ദിവസമായി വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോസിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തിക്കുകയാണ്. നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഇളക്കണ്ട കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാരങ്ങ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ആയാലും എടുക്കാം, ഒക്കെ ഉണ്ടാക്കാം. വെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നാരങ്ങ കടി മുറിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയാണ്. ആദ്യം തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് അതിനെ ഒഴിക്കാം. ഇത്തിരി കൂടുതൽ വന്നിട്ടുണ്ട്, നമുക്ക് വേറെ ഗ്ലാസ്സിലോട്ട് മാറ്റാം. എന്തായാലും 3 പേർക്ക് കുടിക്കാനുള്ള കേട്ടോ, അപ്പോൾ നമുക്ക് 3 ഗ്ലാസ് എടുത്ത് കുഴപ്പമില്ല. ബാക്കി വന്ന ഗ്ലാസ് ഉണ്ടാവും, ഇത്തിരി കുടിക്കാൻ നമുക്ക്. ചെങ്കിൾ ചേക്കിണ്ടാവും. ഞാൻ ഇതിനകത്തൊന്ന് അരച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് വേണ്ടി വരുന്നു. നല്ല കട്ടിയാണ് കേട്ടോ നാരങ്ങയ്ക്ക്. നിങ്ങൾ നല്ല പഴുത്ത് നോക്കിയെടുത്താൽ മതി. നല്ലോണം പിഴിയാട്ടോ. നമുക്ക് അമ്മയുടെ അടുത്ത് പറയാം കേട്ടോ, പിഴിയാണെങ്കിൽ. ഇതാണ് ഞാൻ പറയുന്നത്, വെള്ളം നിറച്ചിട്ട് ഇതിടാൻ പാടില്ലാന്ന്. പിന്നെ അപ്പുറത്ത് നാരങ്ങയും പിഴിയണം. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഗ്രാഫ്റ്റ്സിൻ്റെ ഇടോന്ന് ഇടാട്ടോ. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, പണ്ടിട്ടൊരു വീഡിയോ ആണ്. ഞാൻ 2-ലോ 1-ലോ പഠിക്കുന്ന പ്രായത്തിലിട്ട, 2-ലോ 1-ലോ പഠിക്കുന്ന സമയത്തിട്ട ഇതാണ്. ഞാൻ എൻ്റെ അനിയനും പിന്നെ ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ. RBC കഴുകണതും പിന്നെ മീൻ്റെ വെള്ളം മാറ്റുന്നതും. അതിൽ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അനിയൻ കസിനാണെന്ന്. കസിനാണ്. പിന്നെ അങ്ങനെ ഇതായിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. എന്നെ ഇട്ടത് ഒരു 3 ദിവസം മുമ്പ് അങ്ങോട്ടൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം ഏതോ ആണെന്ന് ഇട്ടിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. നമുക്കിത് നല്ലോണം പിഴിഞ്ഞെടുക്കാം. എൻ്റെ കൈ മൊത്തം നാരങ്ങയുടെ നീരാട്ടോ, കണ്ടോ, കൈ മൊത്തം നാരങ്ങയുടെ നീരാണ്. ഇത് ഞാൻ പറയണത്, ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നന്നാരി വെള്ളവും പിന്നെ നാരങ്ങ ഒഴിക്കേണ്ടത് അത് വേണ്ട. കാരണം നിങ്ങൾ പിഴിയുമ്പോൾ ഇങ്ങനെ സ്ലിപ്പായിട്ട് അതിലേക്ക് വീണ കയ്പ്പ് വരും. അപ്പോൾ അത് പ്രശ്നമായിരിക്കും. നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. നല്ല പാടാണ് കേട്ടോ, പച്ച നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ. പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി കൈ കഴുകാം. ഇത് നല്ല ഒട്ടണ പോലെ തോന്നുന്നുണ്ട്. എന്നങ്ങനെ കൈ കഴുകിയിരിക്കുകയാണ്. കൈ കഴുകിയിട്ടുണ്ട്. നമുക്ക് നന്നാരി വെള്ളം ഒഴിക്കാം.
ഇത് നനഞ്ഞു. നന്നായി വേവിക്കാനാണ് ഇത്. ഇതിലോട്ട് ഒഴിക്കാം. മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല വെള്ളമുള്ളതുകൊണ്ട് പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മളത് സൂക്ഷിക്കുക. വെള്ളം പോയി. വെള്ളം പോയിട്ടുണ്ട്. ഒന്ന് തുടച്ച് നീലേ നിലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ വയ്ക്കുകയുള്ളൂ. കഞ്ഞൂട് കഴിയേക്കാല്ലേ. ഇനി നമുക്ക് ഇത് ഇളക്കാം. ടേസ്റ്റ് ചെയ്തോ. ടേസ്റ്റ് ഇത്തിരി നന്നാരിയുടെ കുറവുണ്ട് കേട്ടോ. ഇത്തിരി നന്നാരി ഒഴിക്കാം. കയ്യിൽ വലുതായതുകൊണ്ട് വിളിക്കൂല. ഒരു പ്രാവശ്യം കുഞ്ഞു പ്രായത്തിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞ് സ്പൂണ് താഴ്ന്നു പോയി. കുഞ്ഞ് സ്പൂണാണ് ഞാൻ എടുത്തത്. അത് ഇതേപോലത്തെ വലിയ കയ്യിൽ. എന്നിട്ട് അത് താഴ്ന്നു പോയി. എന്നിട്ട് അതിനെ എടുത്തു. അപ്പോഴേക്കും എൻ്റെ മുത്തശ്ശൻ ബാക്കിൽ നിന്ന് വന്നു കേട്ടോ. അതാണ് ഞാൻ അത് ഇടാണ്ടിരുന്നത്. സ്വല്പം ഒഴിക്കുന്നില്ല. നമുക്കിത് ഇളക്കാം. ഇത് വേണമെങ്കിൽ ഇട്ട കുരു കളയാട്ടോ. എന്തായാലും ചിലപ്പോൾ നമ്മളെടുത്ത് കളയുമായിരിക്കാം ഇതിൽ നിന്ന് ഒഴിക്കനാട്ടും മുമ്പേ. പക്ഷെ അതിൽ ഇനി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇത് വെച്ചിട്ട് കളയാം. പിന്നീട് ഇന്ന് ടേസ്റ്റ് ഉണ്ട്. ഇതിലോട്ട് വയ്ക്കാം. അത് ഇങ്ങനെ ഒന്ന് വെച്ചു നമുക്ക് ഇത്തിരി കുറയൂല. ഇത്ര മതി. ഇത്ര ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ഒഴിക്കാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.